ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ മൊഡ്യൂൾ 1 പാർട്ട് 10 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ക്ലച്ച് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് ആണ്. അതിൽ തന്നെ നമ്മൾ മെക്കാനിക്കൽ ഓപ്പറേഷൻ അതുപോലെ ഹൈഡ്രോളിക് ഓപ്പറേഷൻ ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് വാക്വം ഓപ്പറേഷൻ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഓപ്പറേഷൻ. അപ്പോൾ വാക്വം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ വാക്വം ഉപയോഗിച്ചിട്ട് അതിൻ്റെ സഹായത്താൽ നമ്മൾ ക്ലച്ച് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ സാധാരണ മെക്കാനിക്കലായിട്ട് നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്തിട്ട് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അഥവാ നമ്മൾ മെക്കാനിക്കൽ ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് ത്രസ്റ്റ് ബെയറിങ്ങിനെ പ്രസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ എൻജിൻ വാക്വത്തിൻ്റെ സഹായത്താൽ ആ എൻജിൻ വാക്വം അസിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നിങ്ങൾ ഈ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു തിയററ്റിക്കലായിട്ടുള്ള ഫിഗർ ആണ്. പ്രാക്ടിക്കൽ കേസിൽ ഇതിന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. പക്ഷേ കമ്പോണൻസ് ഒക്കെ ഇതുപോലെ തന്നെ ആവാം, പക്ഷേ അതിൽ വ്യത്യാസം ഉണ്ടാവും. അത് തന്നെ വാക്വം ബൂസ്റ്റേഴ്സാണ് സാധാരണ യൂസ് ചെയ്യാറ്. അതിൻ്റെയൊക്കെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വാക്വം ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ കേസിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇതൊരു തിയററ്റിക്കലായിട്ട് എങ്ങനെയാണ് വാക്വം ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു ഫിഗർ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇതിലുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അതിലൊരു വാക്വം റിസർവോയർ ഉണ്ടാവും, നെക്സ്റ്റ് വാക്വം സിലിണ്ടർ, പിന്നെ ഒരു വാൾവ്, സോളിനോയിഡ് വാൾവ്, പിന്നെ നോൺ റിട്ടേൺ വാൾവ്, പിന്നെ എൻജിൻ ഇൻലെറ്റിലേക്ക് ഒരു ഹോസ്, അതുപോലെ നമ്മൾ ക്ലച്ച് പെഡലിലേക്കുള്ള ഒരു ലിങ്ക്. ഇതാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ വാക്വം ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഗിയർ ലിവറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്വിച്ച്, ഈ സോളിനോയിഡ് വർക്ക് ചെയ്യാനുള്ള സ്വിച്ച്, അതുമാതിരി അത് ആ സോളിനോയിഡിലേക്കുള്ള കറണ്ടിന് നമ്മൾ ബാറ്ററിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഗിയർ ലിവറിൽ അല്ലെങ്കിൽ ഗിയർ ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഫുൾ വാക്വം അസിസ്റ്റഡ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു സിസ്റ്റം വരിക. ഈ ഒരു രീതിയിൽ രണ്ട് നിലക്ക് വരാം. മെക്കാനിക്കൽ ലിങ്കുകൾ പ്ലസ് വാക്വം ബൂസ്റ്റ് ചെയ്തിട്ട് വരുന്ന വാക്വം ബൂസ്റ്റേഴ്സ് വരാം, അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് വാക്വം മാത്രം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാവാം. മുഴുവനായിട്ട് വാക്വം മാത്രം ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ക്ലച്ച് പെഡലിന് പകരം നമ്മൾ ഗിയർ ലിവർ ഒരു ക്ലച്ചിന് ഉള്ള ഒരു സ്വിച്ച്, ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സോളിനോയിഡ് വാൾവ് ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ആ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാക്വം റിസർവോയറിനുള്ള വാക്വം നമ്മൾ ഈ വാക്വം സിലിണ്ടറിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ആൾറെഡി നമ്മൾ ഈ വാക്വം റിസർവോയറിലേക്ക് എൻജിൻ ഇൻലെറ്റ് മാനിഫോൾഡുമായി കണക്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ എന്നുള്ള വാക്വം ഈ റിസർവോയറിലേക്ക് ആക്ട് ചെയ്തിട്ട്, അഥവാ ഈ നോൺ റിട്ടേൺ വാൾവ് വഴി ഇവിടെ നിന്നുള്ള എല്ലാ എയറും അങ്ങോട്ട് എൻജിനിലേക്ക് വലിച്ച് ഇവിടെ വാക്വം അല്ലെങ്കിൽ ശൂന്യാവസ്ഥ, അതാണ് വാക്വം, നെഗറ്റീവ് പ്രഷർ അഥവാ ശൂന്യാവസ്ഥ എന്ന് പറയുന്നത് എയർ ഇല്ലാത്ത അവസ്ഥ, അഥവാ പ്രഷർ തീരെ ഇല്ലാത്ത അവസ്ഥ, നെഗറ്റീവ് പ്രഷർ. അപ്പോൾ അതാണ് വാക്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസർവോയർ എന്ന് പറഞ്ഞാൽ അവിടെ തീരെ എയർ ഉണ്ടാവില്ല, അവിടെ നിന്നുള്ള എയറൊക്കെ എൻജിനിലേക്ക് സക്ക് ചെയ്തെടുക്കും. നോൺ റിട്ടേൺ വാൾവ് ആയതുകൊണ്ട് എൻജിൻ ഇങ്ങോട്ട് വരില്ല, അവിടുന്ന് അങ്ങോട്ട് മാത്രമേ പോകുള്ളൂ. അപ്പോൾ അതാണ് വാക്വം റിസർവോയർ. ഇനി നമ്മൾ ഒരു വാൾവ്, സോളിനോയിഡ് വാൾവ് മുഖേന ഇത് വാക്വം സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്തതാണ്. ഈ വാൾവ് മേലോട്ട് പോകുന്ന സമയത്ത് മാത്രം ഈ വാക്വം സിലിണ്ടറിൻ്റെ ഈ ഒരു സൈഡ് വാക്വമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അല്ലാത്ത സമയത്ത് വാൾവ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ എയർ വെൻറ്റ് വഴി ഇവിടെ എയർ ഫില്ലാവും. ഇനീഷ്യൽ കേസിൽ ഇവിടെ എയറാണ് ഉണ്ടാവുക. നമ്മൾ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അഥവാ നമ്മൾ ഗിയർ ലിവറിന്മേൽ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സോളിനോയിഡ് വാൾവ് മേലോട്ട് പോകും. അപ്പോൾ എൻജിൻ്റെ വാക്വം ഈ റിസർവോയർ വഴി ഇവിടേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഈ റിസർവോയറിൽ നിന്നുള്ള വാക്വം ഇങ്ങോട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള എയർ മൊത്തം ഇങ്ങോട്ട് എൻജിൻ്റെ സൈഡിലേക്ക് വലിക്കും.
അപ്പോൾ എന്താണ് ഇവിടെ നെഗറ്റീവ് പ്രഷർ ഈ ഒരു പിസ്റ്റൻ്റെ ഈ സൈഡ്, ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഈ സൈഡ് എന്താണ്, പിസ്റ്റൻ്റെ ഈ സൈഡ് നെഗറ്റീവ് പ്രഷർ അല്ലെങ്കിൽ വാക്വമായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റൻ്റെ ഈ സൈഡിൽ എന്താണ്, എയർ ആണുള്ളത്. അപ്പോൾ എയർ ഇവിടെ ഈ സൈഡിൽ എയറും ഈ സൈഡിൽ വാക്വം ആകുമ്പോൾ നെഗറ്റീവ് പ്രഷറിലേക്ക് അഥവാ വാക്വം സൈഡിലേക്ക് ഈ എയർ സൈഡിലുള്ള പ്രഷർ ആക്ട് ചെയ്തിട്ട് ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, പിസ്റ്റൻ്റെ ഈ സൈഡിലേക്ക് എയറിൻ്റെ പ്രഷർ ആക്ട് ചെയ്തിട്ട് ഇവിടെ നെഗറ്റീവ് പ്രഷറാണ് അല്ലെങ്കിൽ വാക്വമാണ്. അപ്പോൾ അങ്ങോട്ട് ഈ പിസ്റ്റൺ ചലിക്കും. പിസ്റ്റൺ ചലിക്കുമ്പോൾ പിസ്റ്റൺമേ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ക്ലച്ച് പെഡലിലേക്ക് പോകുന്ന ലിങ്കാണ്. ആ പെഡലിലേക്കുള്ള ലിങ്ക് വലിഞ്ഞിട്ട് ആ ലിങ്കും എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓക്കെ, ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതാണ് നമ്മൾ ക്ലച്ച് പെഡലിലേക്ക് പോകുന്ന ലിങ്ക്. അപ്പോൾ എന്താണ്, ആ ലിങ്ക് ഇങ്ങോട്ട് വലിയുമ്പോൾ എന്താണ്, അത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ത്രസ്റ്റ് ബെയറിങ്ങിൻ്റെ ഫോർക്കുമൊക്കെയാണ്. അപ്പോൾ ആ ഫോർക്ക് ലിവർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചലിക്കുന്ന സമയത്ത് ആ ഫോർക്കിൻ്റെ ലിങ്ക് ഇങ്ങോട്ട് വലിയുന്ന സമയത്ത് ഫോർക്ക് പ്രസ് ചെയ്തിട്ട് ത്രസ്റ്റ് ബെയറിങ്ങിനെ പ്രസ്സാവും. ആ പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലച്ച് ഡിസെൻഗേജ് ആവും. അത് നമ്മൾ നേരത്തെ മെക്കാനിക്കൽ ഓപ്പറേഷനിൽ കാണിച്ചിട്ടുണ്ട്. ആ ഫോർക്ക് പ്രസ് ചെയ്യുമ്പോൾ ത്രസ്റ്റ് ബെയറിങ് പ്രസ് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലച്ച് ഇവിടെ വാക്വം ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രാക്ടിക്കൽ കേസിൽ ചില സമയത്ത് ഇങ്ങനെയുള്ള വാക്വം ക്ലച്ചുകൾ കുറവാണ്. കൂടുതലും ഉണ്ടാവുക വാക്വം ബൂസ്റ്റേഴ്സ് അഥവാ മെക്കാനിക്കൽ ലിങ്കുകൾ പ്ലസ് അതിൻ്റെ കൂടെ വാക്വം അസിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ബൂസ്റ്റർ ഉണ്ടാകും. നമ്മൾ വാക്വം ബൂസ്റ്റേഴ്സ് ബ്രേക്കിന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉള്ള ടൈപ്പ് അങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതല്ലാതെ ഈ ടൈപ്പും യൂസ് ചെയ്യാൻ പൂർണ്ണമായിട്ടും വാക്വം മാത്രം അസിസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ജസ്റ്റ് നമ്മളൊരു സ്വിച്ച് ഗിയർ ലെവൽ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് എന്ത് ചെയ്യും, ഡിസെൻഗേജ് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഈ സോളിനോഡിലേക്ക് കറണ്ട് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വാക്വം ആക്ട് ചെയ്തിട്ട് ഈ ഒരു സിലിണ്ടറിൻ്റെ ഈ സൈഡ് നെഗറ്റീവ് പ്രഷർ വന്ന് എയറിൻ്റെ പ്രഷർ കൊണ്ട് ഇങ്ങോട്ട് ചലിച്ച് ആ ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ. ഇനി തിരിച്ച് നമ്മൾ ഈ ഗിയർ ലിവർ സ്വിച്ച് റിലീസ് ചെയ്യാണ്. അപ്പോൾ അത് സ്പ്രിങ് അസിസ്റ്റഡ് സ്വിച്ച് ആവാം. അത് തിരിച്ച് ബാക്കോട്ട് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള കറണ്ട് കട്ടാവും. ആ സോളിനോഡിലേക്കുള്ള കറണ്ട് കട്ടായി കഴിഞ്ഞാൽ സോളിനോഡ് വാൾവ് തിരിച്ച് താഴോട്ട് തന്നെ വരും. ഈ വെൻ്റ് വഴി എയർ എന്ത് ചെയ്യും, ഈ സൈഡിലേക്ക് വരും. അപ്പോൾ ഈ പിസ്റ്റൻ്റെ ഈ രണ്ട് സൈഡിൽ എയർ ആകുമ്പോൾ ഇത് ഇങ്ങോട്ട് തള്ളും. തിരിച്ച് നമ്മൾ ഇവിടെയും സ്പ്രിങ് കൊടുക്കാം പ്രാക്ടിക്കൽ കേസിൽ. അപ്പോൾ തിരിച്ച് ഇവിടെ അല്ല, ഇവിടെയും സ്പ്രിങ് കൊടുക്കുക. അതിനനുസരിച്ച് തിരിച്ച് എന്ത് ചെയ്യും, ഇത് ബാക്കോട്ട് തന്നെ ക്ലച്ചിനെ എൻഗേജ് ചെയ്തിട്ട് ഈ ലിങ്കും പിസ്റ്റണൊക്കെ അങ്ങോട്ട് തന്നെ ചലിക്കും. അതുവഴി ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷനിലേക്ക് തന്നെ ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാക്വം ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാക്വം ഉപയോഗിച്ചിട്ട് ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഓപ്പറേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഓപ്പറേഷൻ അതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പറയാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് കൊടുക്കുന്ന സമയത്ത് അത് മാഗ്നറ്റ് ആവും. ഫോർ എക്സാമ്പിൾ സോളിനോയിഡ് വൈൻഡിങ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഓപ്പറേഷനിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലൈ വീലിൽ തന്നെയാണ് ഫ്ലൈ വീലിൽ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ബി എന്ന് കാണിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കോയിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് പറയുന്നത്. അതിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് ആ ഫ്ലൈ വീലിൻ്റെ ആ ഒരു പോർഷൻ അത് മാഗ്നറ്റ് ആവും, കാന്താവും. അപ്പോൾ സ്വാഭാവികം നമ്മളെ പ്രഷർ പ്ലേറ്റ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഡി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പ്രഷർ പ്ലേറ്റ്. ഇതിൻ്റെ അകത്തുള്ള സി ആണ് നമ്മൾ ക്ലച്ച് പ്ലേറ്റ്. എ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൈ വീൽ. ബി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ്. ഇനി നമ്മൾ ഇതിലേക്ക് കറണ്ട് കൊടുക്കുകയാണ്. നമ്മൾ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവിടെയും വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഗിയർ ലിവർ സ്വിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്ലച്ച് പെഡലിന്മേൽ തന്നെ നമ്മൾ ക്ലച്ച് പെഡൽ ഒരു സ്വിച്ചായിട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് അതിന് ഒരു വയർ നേരെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഇതിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ
ഇത് കറങ്ങുന്ന വസ്തു ആയതുകൊണ്ട്, ഫ്ലൈ വീൽ കറങ്ങുന്നതായതുകൊണ്ട് ഇതിലേക്ക് കറണ്ട് കൊടുക്കണമെങ്കിൽ ബ്രഷൊക്കെ വേണം. അതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തത്. ആ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ച് ഇതിലേക്ക് കറങ്ങുന്ന വസ്തുവിലേക്ക്, ഫ്ലൈ വീലിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അത് ആ ബ്രഷ് എന്തൊക്കെ ചില സമയത്ത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയൊക്കെ കൂടുതലാണ്. അല്ലെങ്കിൽ അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാണ്, ഫ്ലൈ വീലിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഹൈഡ്രോളിക് ഓപ്പറേഷൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളത്, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കൂടുതൽ കാലം നിൽക്കുന്നത് കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് കൂടുതൽ ചില റെനോൾട്ട് കാറുകളിലൊക്കെ ഇത് കാണാം. ഇത് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കറങ്ങുന്ന വസ്തുവിൽ കറണ്ട് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിലെന്തൊക്കെ ഉണ്ടാവും? ഫ്ലൈ വീലിന് മെയിനായിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ ഉണ്ടാവും. നമ്മൾ പ്രഷർ പ്ലേറ്റ് ആൾറെഡി ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ അഥവാ മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ, ഇരുമ്പ് പോലത്തെ, സ്റ്റീൽ പോലത്തെ മെറ്റീരിയലാവും. പിന്നെ നമ്മൾ ക്ലച്ച് പ്ലേറ്റ് അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഗിയർ ലെവൽ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് വരും ഈ കോയിലിലേക്ക്. ഈ കോയിലിലേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇലക്ട്രോ മാഗ്നറ്റൈസ് ചെയ്യും. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റിനെ അതിൽ ഫ്ലൈ വീലിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ക്ലച്ച് പ്ലേറ്റിനെ എന്ത് ചെയ്യും? പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെയും കൂടി ഫ്ലൈ വീലിലേക്ക് പ്രസ് ചെയ്ത് നിർത്തും. അപ്പോൾ ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷനിലാവും. സോറി, ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇതിലേക്ക് കറണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷൻ. ഞങ്ങൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്തല്ല, ക്ലച്ച് പെഡൽ റിലീസ് ചെയ്ത് കിടക്കുന്ന സമയത്താണ് ഇതിലേക്ക് കറണ്ട് വന്ന് കിടക്കുന്നത്. അഥവാ ഇതിലേക്ക് ഫുൾ ടൈം കറണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാത്തോടത്തോളം കാലം ഇതിലേക്ക് കറണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നാലേ ക്ലച്ച് ഫുൾ ടൈം എൻഗേജ്ഡ് പൊസിഷനിലായിരിക്കുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റമാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജസ്റ്റ് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള കറണ്ട് കട്ടാവുകയാണ് ചെയ്യുക. ഇതിലേക്ക് കറണ്ട് കട്ടാവുന്ന സമയത്ത് ഇത് ആൾറെഡി മാഗ്നറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യും? ഡീമാഗ്നറ്റൈസ് ചെയ്തിട്ട് ഇത് തിരിച്ച് ക്ലച്ച് എന്ത് ചെയ്യും? റിലീസ് ആവുകയാണ് ചെയ്യുക. അല്ലാത്ത സമയത്ത് നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാത്തത്തോളം കാലം ഇതിലേക്ക് കറണ്ട് വന്നുകൊണ്ടിരിക്കും. ഇതിലേക്ക് കറണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അഥവാ ഈ ഫ്ലൈ വീല് പ്രഷർ പ്ലേറ്റിനെ ഫ്ലൈ വീൽമക്ക് ക്ലച്ച് പ്ലേറ്റിനും കൂടി അമർത്തിയിട്ട് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇനീഷ്യൽ കേസിൽ ഉണ്ടാവുക. അഥവാ നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യാത്തിടത്തോളം കാലം അതിലേക്ക് കറണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അഥവാ നമ്മൾ ഇത് മാഗ്നറ്റൈസ് ചെയ്തിട്ടുള്ള ഉണ്ടാവുക. ഇനി നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള കറണ്ട് കട്ടാവുകയാണ് ചെയ്യുന്നത്. ആ കറണ്ട് കട്ടാവുക, ആ സമയത്ത് എന്താ ചെയ്യുന്നത്? കറണ്ട് കട്ടാവുമ്പോൾ അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും. ഡീമാഗ്നറ്റൈസ് ചെയ്യുന്ന അതിലേക്കുള്ള കറണ്ട് കട്ടായി കഴിഞ്ഞാൽ അത് കാന്തിക ശക്തി നഷ്ടപ്പെടും. കാന്തിക ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമ്മളൊരു സ്പ്രിങ് ഫോഴ്സ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സ്പ്രിങ് ആക്ഷനും കൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും? ഈ പ്രഷർ പ്ലേറ്റ് ബാക്കോട്ട് തന്നെ ചലിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്രീ ആക്കും. ക്ലച്ച് പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഫ്രീ ആവും. ക്ലച്ച് ഡിസെൻഗേജ്ഡ് കണ്ടീഷനാകും. അങ്ങനെയാണ് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച് ഫ്ലൈ വീൽ തന്നെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റോ അല്ലെങ്കിൽ സോളിനോയിഡ് കൊടുത്തിട്ട് അതിലേക്കുള്ള കറണ്ട് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കണം. റൊട്ടേറ്റ് ചെയ്യുന്നതിലേക്ക് കറണ്ട് കൊടുക്കുക എന്നുള്ളത് ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഫ്ലൈ വീലിലേക്ക് കറണ്ട് വന്നുകൊണ്ട് അത് എന്ത് ചെയ്യും? അത് മാഗ്നറ്റ് ആവും. അതിലുള്ള ഫുൾ ഫ്ലൈ വീൽ മാഗ്നറ്റ് ആവും. അല്ല, അതിൽ ഈ ഒരു സോളിനോയിഡുള്ള പോർഷൻ അവിടെ മാഗ്നറ്റ് ആവും. അപ്പോൾ അത് പ്രഷർ പ്ലേറ്റിനെ ക്ലച്ച് പ്ലേറ്റിനെയും കൂടി അമർത്തിയിട്ട് പ്രഷർ പ്ലേറ്റിനെ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. പ്രഷർ പ്ലേറ്റാണ് ക്ലച്ച് പ്ലേറ്റിനെ അമർത്തുന്നത്. പ്രഷർ പ്ലേറ്റിനെയാണ് ഫ്ലൈ വീല് അട്രാക്റ്റ് ചെയ്യുന്നത്. അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഫ്ലൈ വീലിലേക്ക് പ്രഷർ പ്ലേറ്റ് അമർന്ന് നിൽക്കുമ്പോൾ അത് ക്ലച്ച് പ്ലേറ്റിനും കൂടി ഫ്ലൈ വീലിലേക്ക് അമർത്തി നിർത്തും. അപ്പോൾ ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷനിലായിരിക്കും. ഇനി നമ്മൾ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് കട്ടായിട്ട് എന്ത് ചെയ്യും? ആ ഒരു മാഗ്നറ്റ് ഡീമാഗ്നറ്റൈസ് ചെയ്യും. അഥവാ കാന്തിക ശക്തി നഷ്ടപ്പെടും.
അപ്പോൾ സ്പ്രിങ് ഫോഴ്സ് അതിൽ നമ്മൾ സ്പ്രിങ് അസിസ്റ്റൻസ് പ്രാക്ടിക്കൽ കേസിൽ കൊടുക്കും. ആ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ ഈ ഒരു പ്രഷർ പ്ലേറ്റ് തിരിച്ച് ബാക്കോട്ട് തന്നെ പോവും. അത് അട്രാക്റ്റ് ചെയ്തത് എന്താണ് ഡിട്രാക്റ്റ് അഥവാ അതിൽ നിന്ന് വിച്ഛേദിച്ചിട്ട് എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസെൻഗേജ് ചെയ്തിട്ട് ബാക്കോട്ട് പോകും. അപ്പോൾ ക്ലച്ച് പ്ലേറ്റും എന്ത് ചെയ്യും, ഫ്ലൈ വീലിൽ നിന്ന് ഡിസെൻഗേജ്ഡ് ആവും. നമ്മുടെ ക്ലച്ച് ടോട്ടലി ഡിസെൻഗേജ്ഡ് കണ്ടീഷനിലാവും. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച് ഓപ്പറേഷൻ നടത്തുന്നത്. ുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ. എന്താണ് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ? ക്ലച്ചിൻ്റെ കേസിലും ബ്രേക്കിൻ്റെ കേസിലും ഒക്കെ നമ്മൾ പെഡൽ പ്ലേ കൊടുക്കാറുണ്ട്. പെഡൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് പെഡലിൽ ആണെങ്കിലും ബ്രേക്ക് പെഡലാണെങ്കിലും അത് ചെറിയൊരു ഫ്രീ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടാണ് ആ ഒരു പെഡലിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള കുറച്ച് പൊസിഷൻ നമ്മൾ ക്ലച്ച് പെഡലിൽ പ്രസ് ചെയ്യുമ്പോൾ കാല് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇനി ബൈക്കിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കയ്യുമുള്ള ക്ലച്ചാണെങ്കിലും പറ്റ എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരിക്കലും ക്ലച്ച് സെറ്റ് ചെയ്യില്ല, പെഡൽ സെറ്റ് ചെയ്യില്ല. അതുപോലെ നമ്മളെന്താണ് ഈ കാറുകളുടെ കേസ് കാലുമുള്ള ക്ലച്ച് പെഡലാണെങ്കിലും ഇത് ബൈക്കിൻ്റെ കേസിലുള്ള ക്ലച്ച് ലിവർ കയ്യുമുള്ള ടൈപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ എൻഡിൽ കൊണ്ടുകൊടുക്കുന്ന പകരം കുറച്ചൊരു ഫ്രീ പെഡൽ പ്ലേ കൊടുക്കും. അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാല് ഇപ്പോൾ ക്ലച്ച് പെഡൽമേൽ റെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കൈ ഈ ക്ലച്ച് പെഡൽമേൽ റെസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് എൻഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാമ്പിങ് ലോഡ് ഇങ്ങനെ വരും. ഈ ത്രസ്റ്റ് ബെയറിങ് നമുക്ക് നമ്മൾ ഈ കാല് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോഡ് നേരെ പോകുന്നത് ആ ലിങ്ക് മുഖേന നമ്മളെ കാർബൺ ത്രസ്റ്റ് ബെയറിങ് അല്ലെങ്കിൽ റിലീസ് ബെയറിങ് നോക്കാണ്. അപ്പോൾ ആ റിലീസ് ബെയറിങ് ഇങ്ങനെ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് പോകും. അപ്പോൾ അവിടെ എന്താ ചെയ്യും, ക്ലച്ചിലേക്ക് ക്ലച്ച് റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ ക്ലച്ച് സ്ലിപ്പേജ് വരാൻ സാധ്യതയുണ്ട്, ക്ലച്ച് തേയ്മാനം കൂടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ബെയറിങ്ങും തേയ്മാനം വരും. അത് മാത്രമല്ല നമ്മൾ ആ ക്ലച്ചും എന്ത് ചെയ്യും, തേയ്മാനം വരും. കാരണം നമ്മൾ കാലിങ്ങനെ ഈ ക്ലച്ച് പെഡലിന്മേൽ പ്രസ് ചെയ്ത് ഇങ്ങനെ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെഡൽ പ്ലേ കൊടുത്തില്ലെങ്കിൽ, ഫ്രീ പെഡൽ പ്ലേ കൊടുത്തിട്ടില്ലെങ്കിൽ എൻഡിൽ കൊണ്ട് വെച്ചാൽ നമുക്ക് ആ ഒരു ഫോഴ്സ് ഇങ്ങനെ ചെല്ലും. അപ്പോൾ എന്ത് ചെയ്യും, റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ നിൽക്കും. അപ്പോൾ അത് തേയ്മാനം കൂടും, ക്ലച്ചിൻ്റെ തേയ്മാനം കൂടും, ക്ലച്ചിന് കറക്റ്റ് എൻഗേജ്ഡ് പൊസിഷനിൽ കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റീവ് ക്ലാമ്പിംഗ് ലോഡ് കാർബൺ ത്രസ്റ്റ് ബെയറിങ്, ആ ത്രസ്റ്റ് ബെയറിങ്ങിലേക്ക് പോകുന്ന ക്ലാമ്പിംഗ് ലോഡ് ഒഴിവാക്കാൻ വേണ്ടി, അതുകൊണ്ടുള്ള എഫക്റ്റീവ് ക്ലാമ്പിംഗ് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെഡൽ പ്ലേ കൊടുക്കുന്നത്. അഥവാ ടു അവോയ്ഡ് വിയറിങ് ഓഫ് ക്ലച്ച് ഡിസ്ക് ഡ്യൂ ടു റെസ്റ്റിംഗ് ഓഫ് ലെഡ് ഓൺ ക്ലച്ച് പെഡൽ. അപ്പോൾ അത് യൂഷ്വലി കാറുകളുടെ കേസിലൊക്കെയാണ് 25 to 30 mm ആണ് കൊടുക്കാറുള്ളത്. അത്രയും ഫ്രീ പെഡലാകുമ്പോൾ നമ്മൾ ഇനി കാല് വെച്ച് കഴിഞ്ഞാലും ആ പെഡൽ പ്ലേൻ്റെ അവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യുള്ളൂ, ആ പ്ലേയിൽ ഇങ്ങനെ ജസ്റ്റ് അമർന്ന് നിൽക്കുകയുള്ളൂ, എന്ത് ചെയ്യില്ല, നമ്മൾ ത്രസ്റ്റ് ബെയറിങ്ങിലേക്ക് ലിങ്കിലേക്ക് ആ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതിനാണ് നമ്മൾ എപ്പോഴും കുറച്ച് എൻഡിൽ കൊടുക്കാതെ കുറച്ച് ഗ്യാപ്പ് ഒരു ഫ്രീ പെഡൽ പ്ലേ കൊടുക്കുന്നത്. ഓക്കെ, അതിന് ബ്രേക്കിനാണെങ്കിലും അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ബ്രേക്ക് എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരണ്ട, അപ്പോൾ കുറച്ചൊരു ഫ്രീ പെഡൽ പ്ലേ കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൂയിഡ് ഫ്ലൈ വീലുകളെ കുറിച്ചാണ്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലച്ച്, അത് ഫ്രിക്ഷണൽ ക്ലച്ചുകളെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പ്രത്യേക ടൈപ്പ് ഫസ്റ്റ് നമ്മൾ ക്ലച്ചുകളെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷണൽ ക്ലച്ചിലും ഫ്ലൂയിഡ് ഫ്ലൈ വീൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് കപ്ലിംഗ് എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ക്ലച്ച് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്ലൈ വീലിനെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറയാറുണ്ട്, ഹൈഡ്രോളിക് കപ്ലിംഗ് എന്ന് പറയാറുണ്ട്, ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ക്ലച്ച് എന്ന് പറയുന്നത്? ഇത് മെയിനായിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെഹിക്കിൾസ് യൂസ് ചെയ്യും. ഇതൊരു ഓട്ടോമാറ്റിക് ക്ലച്ചാണ്. മാനുവലായിട്ട് ഫ്രിക്ഷണൽ ഉപയോഗിച്ചിട്ടല്ല ഇവിടെ ക്ലച്ച് എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ്മെൻറ്റ് നടക്കുന്നത്.
ഇവിടെ ഫ്ലൂയിഡ് മുഖേനയാണ്. ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ATF എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ നിങ്ങൾക്ക് വാഹനങ്ങളിൽ കാണൂല. കാരണം എന്താ വെച്ചാൽ ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ടോർക്ക് കൺവേർട്ടേഴ്സാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും യൂസ് ചെയ്യുന്നത്. ടോർക്ക് കൺവേർട്ടറിനെ കുറിച്ച് നമ്മൾ ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ വേർഷനാണ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഫ്ലൈ വീൽ, ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൽ നിങ്ങൾക്ക് ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇമ്പല്ലറും ഒരു ടർബൈനും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിലൊരു ഇമ്പല്ലർ ഉണ്ടാവും, ഒരു ടർബൈൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലൂയിഡ്, ഇതിനകത്തൊരു ഫ്ലൂയിഡ് നമ്മൾ ഫിൽ ചെയ്യുന്നുണ്ടാവും. അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കേസിങ്ങിലാണ്, അല്ലെങ്കിൽ ഓയിൽ ടൈറ്റ് ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കേസിങ്ങിൻ്റെ അകത്താണ് ഈ ഒരു ഇമ്പല്ലറും ടർബൈനും ഓയിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇമ്പല്ലറാണ് നമ്മൾ ഡ്രൈവിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ആ ഡ്രൈവിംഗ് മെമ്പർ അല്ലെങ്കിൽ ഇമ്പല്ലർ നമ്മൾ എൻജിൻ ഷാഫ്റ്റുമായി കണക്ട് ചെയ്യും. ടർബൈൻ അല്ലെങ്കിൽ ഡ്രിവൺ മെമ്പർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ വെഹിക്കിൾസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ക്ലച്ചാണ്, മാനുവൽ ക്ലച്ച് അല്ല. ഇവിടെ ക്ലച്ച് നമ്മൾ എൻഗേജ് ചെയ്യാൻ ഡിസെൻഗേജ് ചെയ്യാനുള്ള ക്ലച്ച് പെഡൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എൻജിൻ്റെ RPM അനുസരിച്ച് ആണ് ഈ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എൻജിൻ്റെ RPM കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് എൻഗേജഡ് ആവും. അങ്ങനെ നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ ക്ലച്ച് എൻഗേജഡ് ആവും. നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ എൻജിൻ്റെ RPM കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് ഡിസെൻഗേജ്ഡ് കണ്ടീഷനിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്തൊരു ഇമ്പല്ലറും ടർബൈനും അതിനകത്ത് ഒരു ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു എയർ ടൈറ്റ് കേസിങ്ങിൻ്റെ അകത്താണ് ഇതുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു രണ്ട് ഫാനുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. രണ്ട് ഫാനുകൾ നമ്മൾ മുഖാമുഖമായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ഫാന് നമ്മൾ ഇലക്ട്രിക് കണക്ഷനിലേക്ക് അഥവാ അതിലേക്ക് കറണ്ട് കൊടുത്തു ആ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഫാന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ മുഖാമുഖമായിട്ട് നമ്മൾ മറ്റൊരു ഫാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഫാന് ഈ ഫാനിൻ്റെ എയറിൻ്റെ ടർബുലൻസ് കൊണ്ട് മറ്റേ ഫാനും കറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ ആദ്യത്തെ ഫാനിൽ നിന്നുള്ള പവർ നമ്മൾ രണ്ടാമത്തെ ഫാനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതുപോലെ നമ്മൾ അവിടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അവിടെ ആ ട്രാൻസ്മിറ്റിംഗ് മീഡിയ എന്ന് പറയുന്നത് എയർ ആയിരുന്നു. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇമ്പല്ലറും ടർബൈൻ. ഇമ്പല്ലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ഫാൻ ലൈക്ക് സ്ട്രക്ചർ തന്നെയാണ്. ഒരുപാട് വെയിൻസ് ചിറകുകളുള്ള സ്പെഷ്യൽ ടൈപ്പ് വെയിൻസ് ഉള്ള നമ്മൾ മോട്ടോർ വെള്ളമടിക്കുന്ന മോട്ടോർ പമ്പിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അകത്തൊക്കെ കാണുന്ന ടൈപ്പ് ഇമ്പല്ലർ. അഥവാ ഇതിനകത്ത് ഈ ഒരു ഇമ്പല്ലറിൻ്റെ പ്രത്യേകത അതിന് ചുറ്റുള്ള അതിന് തട്ടി നിൽക്കുന്ന ഓയിലിനെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിനെ ഫോഴ്സ് ചെയ്ത് പമ്പ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഇമ്പല്ലറും ഉണ്ടാകും. ഈ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നേരെ അതിന് മുഖാമുഖമായിട്ട് വെച്ചിട്ടുള്ള ടർബൈൻ. ആ ടർബൈൻ നിങ്ങൾക്കറിയാം, ആദ്യമൊക്കെ നമ്മൾ ടർബൈൻ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസിലൊക്കെ ഉണ്ടാവും ടർബൈൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടർബൈനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടർബൈൻ ബ്ലേഡ്സിലേക്ക് ഓയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഓയിലായിക്കോട്ടെ അതിന് വാട്ടർ ആയിക്കോട്ടെ ഫ്ലൂയിഡ് നമുക്ക് വന്ന് ഇമ്പിഞ്ച് ചെയ്യുന്നത് അതെന്ത് ചെയ്യും, അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇമ്പല്ലറും ടർബൈൻ മുഖാമുഖമായി വെച്ച് ഇതിൻ്റെ ഇടയിൽ ഒരു ഓയിൽ, ഇതിൻ്റെ ഇടയിൽ ചെറിയ മൈന്യൂട്ടായിട്ട് രണ്ടും ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല, രണ്ടും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ഓയിലും ഫിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എൻജിൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എൻജിൻ ഒരു RPM റൊട്ടേറ്റ് ചെയ്യുന്നു. ആ RPM റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇമ്പല്ലറും ഇങ്ങനെ കറങ്ങും. പക്ഷേ ഈ ലോ RPM ഇമ്പല്ലർ കറങ്ങുമ്പോൾ അതിൻ്റെ ഓയിലിനെ തള്ളിയിട്ട് ടർബൈൻ ബ്ലേഡ്സിലേക്ക് തട്ടി കഴിഞ്ഞാലും അതിന് ഫോഴ്സ് കുറവായിരിക്കും. ഇനി എൻജിൻ്റെ RPM ഇൻക്രീസ് ചെയ്ത് ഹൈ സ്പീഡിൽ ഒരു മിനിമം ഒരു 1000 1200 RPMിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇമ്പല്ലറിൽ നിന്നുള്ള ഫ്ലൂയിഡിൻ്റെ ഫോഴ്സ് കൊണ്ട് ഇമ്പല്ലർ റൊട്ടേറ്റ് വളരെ ഹൈ സ്പീഡ് 1000 RPMിൽ എൻജിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇമ്പല്ലറും കുറങ്ങുമല്ലോ. ഇമ്പല്ലറും വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഓയിലിന് വളരെ ഹൈ ഫോഴ്സിൽ എന്ത് ചെയ്യും,
ടർബൈൻ ബ്ലേഡ്സിലേക്ക് എന്താണ് തള്ളും. അപ്പോൾ ഇമ്പല്ലർ ഓയിലിനെ കൊണ്ട് തള്ളുമ്പോൾ നേരെ എന്ത് ചെയ്യും, ടർബൈൻ ബ്ലേഡ്സിൽ ചെന്ന് തട്ടിയിട്ട്, കാരണം രണ്ട് മുഖാമുഖമായിട്ട് അടുത്താണ് വെച്ചിട്ടുള്ളത്, നേരെ ടർബൈൻ ബ്ലേഡ്സിലേക്ക് തട്ടിയിട്ട് എന്ത് ചെയ്യും, ആ ടർബൈൻ ബ്ലേഡ്സും കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു നിശ്ചിത RPM എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഒരു 500 ഐഡ്ലിങ്ങിൽ ഒരു 800 RPM 500 RPM ഐഡ്ലിങ്ങിൽ ഉണ്ടാവും എഞ്ചിൻ. അപ്പോൾ ഇത് എന്ത് ചെയ്യില്ല, ടർബൈൻ കറങ്ങൂല. ഇനി നമ്മൾ ആക്സിലറേറ്റർ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ RPM ഇൻക്രീസ് ചെയ്ത് 800 നിന്ന് 900 1000 ഒക്കെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ടർബൈനും കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 1000 RPM ഒക്കെ എത്തുമ്പോൾ ഒരു എന്താണ് ഫുള്ളായിട്ടും എൻജിൻ ഇമ്പല്ലർ കറങ്ങുന്ന അതേ സ്പീഡിൽ ടർബൈനും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്ലച്ച് ഫുൾ എൻഗേജ്ഡ് കണ്ടീഷനിലാവും. എന്താണ് ഇവിടെ എൻജിൻ ഷാഫ്റ്റിനുള്ള ഡ്രൈവ് മൊത്തം ട്രാൻസ്മിഷൻ ഷാഫ്റ്റിലേക്ക് കിട്ടും. ക്ലച്ച് എൻഗേജ്ഡ് പൊസിഷനിലാവും. ഇനി എപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് കാലെടുക്കുന്നു, എപ്പോഴും നമ്മൾ ക്ലച്ച് എൻജിൻ RPM റെഡ്യൂസ് ചെയ്യുന്നോ, അപ്പം എന്ത് ചെയ്യും, വീണ്ടും ഇമ്പല്ലറിൻ്റെ ഫോഴ്സ് കുറയും, സ്വാഭാവികമായി ഇമ്പല്ലറിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ഇമ്പല്ലറിൽ നിന്ന് ടർബൈൻ ബ്ലേഡ്സിലേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ ഫോഴ്സ് കുറയും, ക്ലച്ച് ഡിസെൻഗേജ്ഡ് പൊസിഷനിലാവും. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ക്ലച്ചാണ്. വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് ഉള്ളത്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതും. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ ഇപ്പോൾ ഇത് ആദ്യകാലത്തേക്ക് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ എന്താണ് ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു ഹൈഡ്രോളിക് കപ്ലിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജസ് എന്താണ്. ഒന്നെന്ന് പറയുന്നത് നോ വിയറിങ് ഓൺ മൂവിങ് പാർട്സ്. ഈ ഒരു ഇതിന് വിയറിങ് പാർട്സ് ഇല്ല, കാരണം ക്ലച്ച് തേയ്മാനം ഇതിലില്ല. കാരണം എന്താണ്, ഫ്രിക്ഷണൽ ക്ലച്ച് അല്ല, ഫ്ലൈ വീൽമക്ക് ക്ലച്ച് പ്ലേറ്റ് അമർത്തുന്നില്ല. അവിടെ എന്താണ് ഫ്രിക്ഷണൽ പാർട്ടുകൾ ഇല്ലാത്തതുകൊണ്ട് തീരെ തേയ്മാനം കുറവായിരിക്കും. നോ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി മെയ്ഡ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ലച്ച് എന്താണ് തേയ്മാനം വരുമ്പോഴാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യം. നമ്മൾ ക്ലച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ തേയ്മാനം വരുന്നില്ല, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ വൺസ് നമ്മൾ എന്താണ് ഇതിലേക്ക് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് ആ ഫ്ലൂയിഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും, ക്ലച്ച് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളും. നോ മെയിൻ്റനൻസ് നെസസറി എക്സെപ്റ്റ് ഓയിൽ ലെവൽ. ഇതിൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ആകെയുള്ള മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഓയിൽ ലീക്കായി പോകുന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴെങ്കിലും ഓയിലിൻ്റെ ലെവൽ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് സിമ്പിൾ ഡിസൈൻ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, കൂടുതൽ പാർട്സുകളൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരു ഇമ്പല്ലറും ടർബൈനും ഓയിലും, അഥവാ ഓയിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഓയിലുകളാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ATF എന്ന് വിളിക്കുന്നത്. ആ ATF ലെവൽ മാത്രം നമ്മൾ നോക്കി. ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ്, അതിലാണ് ATF വരുന്നത്. ഫ്ലൂയിഡ് ഫ്ലൈ വീലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ മനസ്സിലായാലേ ടോർക്ക് കൺവേർട്ടർ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് നോ ജെർക്ക് ഓൺ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷനിൽ അഥവാ ഗിയർ എൻഗേജിന് സമയത്ത് എഞ്ചിനിൽ പവർ ഇതിലേക്ക് പോകുന്ന സമയത്ത് ജർക്കിംഗ് ഒന്നും വരില്ല എഞ്ചിനിലേക്കോ, അല്ലെങ്കിൽ ഈ ഗിയർ എൻഗേജിനുകൊണ്ട് എഞ്ചിനിലേക്ക് ജർക്കിംഗ് വരില്ല. കാരണം എന്താ, ഡയറക്റ്റ് എൻജിനും ട്രാൻസ്മിഷൻ ഷാഫ്റ്റും തമ്മിൽ കണക്ഷൻ ഇല്ല. ഇത് ഇമ്പല്ലറും ടർബൈനും മെക്കാനിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കാരണം ജർക്കിംഗ് വരില്ല. നെക്സ്റ്റ് ഇറ്റ് ഡാംസ് ആൾ ഷോക്സ് ആൻഡ് സ്ട്രെയിൻസ് വിത്ത് കണക്റ്റിംഗ് എ റോൾ എൻജിൻ ടു ട്രാൻസ്മിഷൻ. ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്ത് അഥവാ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഷാഫ്റ്റ് എൻജിനുമായി കണക്ട് ചെയ്യുന്ന സമയത്തുള്ള ഷോക്കുകളൊക്കെ അബ്സോർബ് ചെയ്യും ഇതിൻ്റെ അകത്തുള്ള ഓയിൽ. അവിടെ എന്താണ് ഓയിലിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള ഷോക്കുകളും എൻജിനിലേക്ക് വരില്ല. നെക്സ്റ്റ് നോ സ്കിൽ റിക്വയർഡ് ഫോർ ഓപ്പറേറ്റിംഗ്. ഇവിടെ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ യാതൊരു സ്കില്ലും ആവശ്യമില്ല. മറ്റേത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കയറ്റത്തിൽ നിന്നും ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാണ്ട്. ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് എന്ത് ചെയ്യും, എൻഗേജ്ഡ് ആയിക്കോളും. യാതൊരു സ്കില്ലും ആവശ്യമില്ല ഓപ്പറേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് കാർ ക്യാൻ സ്റ്റോപ്പ് ഇൻ ഗിയർ ആൻഡ് മൂവ് ഓഫ് ആൾസോ ബൈ പ്രസ്സിങ് ആക്സിലറേറ്റർ ഓൺലി. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത്. അഥവാ നമ്മൾ ജസ്റ്റ് കാറിൽ നമ്മൾ ഏത് ഗിയറിലും നമുക്ക് വണ്ടി നിർത്താനും പറ്റും. അതുപോലെ നമുക്ക് എന്താണ് മൂവ് ഓഫ് ബൈ പ്രസ്സിങ് ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്ത് കണ്ട് നമുക്ക് വണ്ടി എടുക്കാനും പറ്റും. കാരണം എന്താ, വണ്ടി ഏത് ഗിയറിൽ നിർത്തിയാലും ക്ലച്ച് പെഡലിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആക്കിയാൽ മതി.
എന്താണ് അതുപോലെ ആക്സിലറേറ്റഡ് പെഡൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി അങ്ങനെ പോയിക്കോളും. നമ്മൾ ക്ലച്ചിന്മേൽ യാതൊരു നമ്മൾ എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ജസ്റ്റ് ആക്സിലറേറ്റഡ് പെഡൽ പ്രസ് ചെയ്താൽ തന്നെ വണ്ടി പോയിക്കോളും. അതാണ് ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ മൊഡ്യൂള് കംപ്ലീറ്റഡ് ആയി. അതുപോലെ നമ്മൾ റിവിഷൻ ഫസ്റ്റ് മൊഡ്യൂളും ഇതോടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക്സ്.